ഹലോ ബിഗ് ബോസ് ജിസേൽ ആൻഡ് അനുമോൾ. ഈ ജിസേലും അനുമോളും ഫസ്റ്റ് സ്റ്റാർട്ടിങ് വന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെറും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇത് ദിവസങ്ങൾ കഴിയും തോറും കൂടി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ പോലും പ്രശ്നങ്ങളായിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിലെത്തി നിൽക്കുവാണ്. ഇന്ന് പണിപ്പുര ടാസ്കിൻ്റെ ഇടയിൽ ഇവർ എടുത്ത സാധനങ്ങളുടെ കൂട്ടത്തിൽ അനുമോളുടെ ഡ്രസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം പുറത്തെത്തിയ സാധനങ്ങളാണ്. ഇവർ ഈ പേര് നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അനുമോളുടെ പേര് കണ്ടതും ജിസേൽ പെട്ടെന്ന് പോയിട്ട് ആ പാക്കറ്റ് എടുത്തിട്ട് തിരിച്ച് പണിപ്പുരയുടെ അകത്തേക്ക് തന്നെ ഇട്ടു. ഒരു തരം പേഴ്സണൽ ഗ്രഡ്ജ് പോലെയാണ് ജിസേൽ പെരുമാറുന്നത്. എനിക്ക് കിട്ടാത്തത് അവൾക്ക് കിട്ടണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ജിസേൽ ഇപ്പോൾ കളിക്കുന്നത്. ആദ്യം ഒരു പാക്കറ്റ് കൊണ്ടങ്ങ് ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പാക്കറ്റ് കൂടെ കണ്ടപ്പം അതും എടുത്തിടാൻ പോയെങ്കിലും ബിഗ് ബോസ് ഡോർ അങ്ങ് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് മാത്രം ജിസേലിന് അത് പറ്റിയില്ല. അല്ലെങ്കിൽ അതും കൂടെ ജിസേലെടുത്ത് അകത്തിട്ടേനെ. വല്ലാത്തൊരു തരം ഈഗോ വെച്ചിട്ടാണ് ജിസേൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. കാരണം എനിക്ക് കിട്ടാത്തതൊന്നും അവൾക്ക് കിട്ടണ്ട, എൻ്റെ ഡ്രസ്സോ കാര്യങ്ങളോ എനിക്കിവിടെ ഇല്ല, സോ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അനുമോൾക്കും കിട്ടണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ ജിസേലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അനുമോളായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് കഴിയുമ്പോൾ ജിസേൽ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊന്നും മനസ്സിൽ വെക്കുന്നില്ല, ഞാൻ ആ സംഭവം കഴിഞ്ഞത് അവിടെ തന്നെ വിട്ടു. ഒരിക്കലും അങ്ങനെയല്ല. ജിസേലെല്ലാം പേഴ്സണലി എടുത്തുകൊണ്ട് തന്നെയാണ് ഓരോന്നും ചെയ്യുന്നത്. അത് ജിസേൽ തന്നെ വേറെ ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അവർ വന്ന് പറഞ്ഞിട്ടുണ്ട് ജിസേലെല്ലാം പേഴ്സണലി എടുക്കുന്നുണ്ട്, അത് അവൾ എന്നോട് തന്നെ പറഞ്ഞതാണ് എന്നുള്ളത് അവർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എപ്പിസോഡിലാണോ ലൈവിലാണോ ഏതോ ഒന്നിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അനുമോള് പിന്നെ തൊട്ടതിനും വെച്ചത് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കും. എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് അങ്ങ് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കും. അതും കൂടുതൽ പ്രശ്നങ്ങളാണ്. ഇപ്പം വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മൊത്തം അനുമോളും ജിസേലും തമ്മിലുള്ളതാണ്. പരസ്പരം ഈഗോ, അല്ലെങ്കിൽ അവൾ എന്തിനാ ഇത് ചെയ്യുന്നത്, ഞാനല്ലേ ഇത് ചെയ്യേണ്ടതെന്നുള്ളൊരു മൈൻഡ് സെറ്റ്, ഇതൊക്കെയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ളത്. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവർ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംസാരിച്ച് തീർത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് ഇത്രയൊന്നും എത്തത്തില്ലായിരുന്നു. പക്ഷെ രണ്ടുപേരും അതിന് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നീണ്ടു പൊക്കോണ്ടിരിക്കുന്നു. എന്തൊക്കെ ആയിക്കോട്ടെ, ഇവർ തമ്മിൽ പരസ്പരം തല്ലുകൂടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ ഡ്രസ്സ് പോലും കിട്ടാതെ ഒരു സമയത്ത് ആ കിട്ടിയതെടുത്ത് അകത്തോട്ടിടണമെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് എത്രമാത്രം ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. എന്തായിരിക്കും ആ മൈൻഡ് സെറ്റ്? ജിസേലിന് ഭയങ്കര ഈഗോയാണ്. അത് ആളുടെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഒന്ന് പറയണേ. ശരി എന്നാ, ടാറ്റാ.